കേരളത്തിൽ നിരോധിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന റെഡ് ഇയേർഡ് സ്ലൈഡർ എന്ന് പറയുന്ന ആമയുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ ആമയ്ക്ക് കയറി ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇത് നമുക്ക് അരാപ്പമി കൊടുത്താലോ? അവർക്ക് വലുതാണ് കേട്ടോ. നമുക്ക് ഒരു വാലെ പിടിച്ചോണ്ട് വരാം. ചാറാ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, നമ്മുടെ അവസാനത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ടെറസിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കേരളത്തിൽ നിരോധിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന റെഡ് ഇയേർഡ് സ്ലൈഡർ എന്ന് പറയുന്ന ആമയുണ്ട്. ആ ആമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ അടുത്തിടയ്ക്കുണ്ടല്ലോ ഇന്റർനെറ്റിലും യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് വന്നിട്ടുണ്ട്. ഈ ആമ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇത് നമ്മുടെ നാടൻ മത്സ്യങ്ങളെയൊക്കെ തിന്നു തീർക്കും, അതുപോലെ തന്നെ ചെടികൾ അങ്ങനത്തെ എല്ലാം തിന്നു തീർക്കും, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ആമ പറയപ്പെടുന്ന അത്രയും ഡേഞ്ചറസ് ആണോ അല്ലയോ എന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് കമന്റ് ഒന്നും പറയുന്നില്ല. വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ കുളം വറ്റിക്കാൻ വേണ്ടി പോവാണ്. കുളം വറ്റിക്കുമ്പോഴേക്കും നമ്മൾ അതിന്റെ കുറെ മീൻ ഇട്ടിട്ടുണ്ടല്ലേ. നമ്മൾ അതിനകത്ത് കുറച്ച് കാരീനെ ഇട്ടിട്ടുണ്ട്, കല്ലടനെ ഇട്ടിട്ടുണ്ട്, അങ്ങനത്തെ കുറെ മീനുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം നമ്മുടെ നാടൻ മീനുകളാണ്. നമ്മൾ കുളം വറ്റിക്കുന്ന സമയത്ത് ഈ മീനുകളൊന്നും നമ്മുടെ കുളത്തിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ ആമ ഡേഞ്ചറസ് ആണെന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും കുളം വറ്റിക്കാം അല്ലേ. അതിന് മുമ്പ് കുളം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ കുളം കേട്ടോ. ഇത് കുളമല്ല, ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന്റെ മേളിൽ കുറച്ച് പണി നടന്നപ്പോൾ ഈ ചാക്കിലെടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കുളം. ഇതുണ്ടോ, നമ്മൾ ഇതിനകത്ത് കുറെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊരു ആമസോൺ പ്ലാന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വാട്ടർ ക്യാബേജും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കുളം നമ്മൾ വറ്റിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ, നമ്മൾ ഇത് വറ്റിക്കുന്ന സമയത്ത് ഇതിനകത്ത് മീൻ കാണുമോ ഇല്ലയോ? ജിനോഷൻ എന്നാ പറഞ്ഞേ? കുറച്ച് കണക്ക്. ഓക്കെ, മമ്മി എന്നാ പറയുന്നേ? മീൻ എന്തായാലും ഉണ്ട്. എല്ലാത്തിനും ആമ വന്നിട്ടില്ല. എന്തോരം കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. ചേച്ചി ഒരെണ്ണത്തെ കണ്ടെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ നമ്മളുണ്ടല്ലോ ഇനി നമ്മൾ ചാക്കെല്ലാം കൂടെ എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. നല്ല കട്ടിയുള്ള ചാക്കാണ് കേട്ടോ. ഇതിനകത്ത് നിറച്ച് കോൺക്രീറ്റ് ആണ്. ഞാൻ എടുത്തെടുത്ത് തരാം. അങ്ങനെ അവസാനത്തെ ചാക്ക്. അങ്ങനെ നമ്മൾ ചാക്കെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ കാര്യം കാണിച്ചത്, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അതിന്റെ പുതിയ റോപ്പൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. 2 ഡമ്പല്, ഒരു റോപ്പും 2 ഡമ്പല്. വർക്കൗട്ടിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടണോ? നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തായിരുന്നു വർക്കൗട്ടിന്റെ വീഡിയോ ഇടാവുന്ന. അപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനകത്ത് വെള്ളം വറ്റിക്കാൻ വേണ്ടി പോകണം. അത് നമുക്ക് ആദ്യം വേണ്ടത് ഇതൊരു അരിപ്പയാണ് കേട്ടോ. ഈ അരിപ്പ എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഇതേ നമ്മുടെ ആമക്കുട്ടൻ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു ചെറിയൊരു ആമക്കുട്ടനോടെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പൊ നമ്മളെ കണ്ട് പേടിച്ചു പോയി കേട്ടോ. ഓടാ, ഇവനാണോ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം? എന്നെ കടിച്ചു പറിച്ചില്ലല്ലോ. അപ്പൊ ഒരുത്തൻ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ ഇതിനകത്ത് 2 ആമേനാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരുത്തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റവനെ ഇപ്പൊ കാണുന്നില്ല. വലുതെവിടെയുണ്ട്. ഒരെണ്ണം മാത്രം വലുതായിരുന്നു. നമ്മൾ മേടിച്ചപ്പോഴേക്ക് 2 ഒരേ സൈസ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് വെള്ളം വറ്റിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ അരിപ്പ എടുത്ത് നമുക്ക് വെള്ളത്തിൽ വെക്കണം. അതിനുശേഷം ഉണ്ടല്ലോ നമ്മളൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ പൈപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ അരിപ്പയ്ക്കകത്താണ് വെക്കുന്നത് കേട്ടോ. നമ്മളൊരു കല്ലും കൂടെ എടുത്തിട്ടുണ്ട്. അതാകുമ്പോഴേക്കും നമ്മുടെ പൈപ്പ് താന്നിരുന്നോളും. നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിൽ ഒത്തിരി ഇല കിടപ്പുണ്ട്. നമ്മളിങ്ങനെ വെക്കാതെ ഡയറക്റ്റ് ആയിട്ട് പൈപ്പ് വെക്കുവാണെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇല കയറി നമ്മുടെ പൈപ്പ് അടഞ്ഞു പോകും, പിന്നെ വെള്ളം പോകത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് താഴെ പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പിന്റെ എൻഡ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വലിക്കണം കേട്ടോ. ഇച്ചിരി പാടാണത്. നമുക്ക് വലിക്കാനേ വേണ്ടി പറ്റുന്നില്ല. വലിക്കാൻ പറ്റില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ടേക്ക് വിടാം. നമ്മളിത് പൈപ്പ് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഓൺ ആക്കുക. വെള്ളം വന്നോ? ഓക്കെ, അപ്പം മേളിലേക്ക് നമ്മൾ വെള്ളം അടിച്ചു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൈപ്പ് അടയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഓൺ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ വെള്ളം പൊക്കോളും. അപ്പോൾ ഈ വെള്ളം നമ്മളുണ്ടല്ലോ നമ്മുടെ തെങ്ങിന്റെ ചോട്ടിലേക്ക് ഇടുവാണ് കേട്ടോ. ഇങ്ങനെ മീൻകുളമൊക്കെ വറ്റിക്കുന്ന വെള്ളം തെങ്ങിന്റെ ചോട്ടിലിടുന്നത് നല്ലതാണ് കേട്ടോ. തെങ്ങിന്റെ എല്ലാ ചെടികളുടെ ചോട്ടിലിടുന്നത് നല്ലതാണ്. ചെടികൾക്ക് നല്ല വളർച്ച കിട്ടും. ഇനിയുണ്ടല്ലോ ഒരു 10-15 മിനിറ്റ് എടുക്കും നമ്മുടെ കുളം വറ്റി വരാനായിട്ട്. അപ്പം നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. പണി കിട്ടി കേട്ടോ. ഇലയെല്ലാം കൂടെ കയറി വന്ന് നമ്മുടെ പൈപ്പ് അടഞ്ഞു പോയി. നമ്മൾ 2 പൈപ്പാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറ്റുന്നുണ്ട്. നല്ല സ്പീഡിലാണ് വെള്ളം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇലയും നല്ല സ്പീഡിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളിത് വറ്റിക്കുന്നതിനിടയ്ക്ക് കുറെ മീനുകളെ കണ്ട് നല്ല വലിയ കാരി കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആമ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ന്യൂസ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ആദ്യം വിളിച്ചത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. നമ്മൾ അവരോട് അന്വേഷിച്ചു. ഇങ്ങനെ ഒരു ആമേനെ ഇതുവരെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത് ഇതിനെ അവർക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴേക്കും അവർക്ക് അങ്ങനെ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇൻ കേസ് ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഇത് നിരോധിക്കാനായിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? നിരോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന് നമ്മൾ മേടിക്കത്തില്ല. നമുക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്താണ് നമുക്ക് ഇന്നത്തെ വീഡിയോ കഴിയുമ്പോഴേക്കും മനസ്സിലാകും കേട്ടോ ഇത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ള കാര്യം. ഇത് അവിടെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ കുളത്തിൽ എന്തോ ഒരു സാധനമുണ്ട്. വെള്ളത്തിനടിയിൽ കൂടെ നീന്തി പോകണേ. ഓ മൈ ഗോഡ് ഗൈസ്, അതൊരു മുട്ടൻ കാര്യമാണ് കേട്ടോ. അടിപൊളി ഒരു കാര്യമാണ് ആ പോയത്. അതുപോലെ ഒരു ആമയാണ് ആ കല്ലിൻ്റെ പുറകെ ഇരിക്കുന്നത് കേട്ടോ.
ആ കല്ലിന്റെ പുറകെ ഇരിക്കും. അതെ കണ്ട 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 കണ്ട. ഇത് എന്തൊക്കെയാണ്, ഞാൻ ഇതിനകത്ത് എന്തൊക്കെ മീനാണ് പിടിച്ചിട്ടതെന്ന് വരെ ഞങ്ങൾ മറന്നുപോയി. അവസാനത്തെ വെള്ളമാണ്, മാക്സിമം നമ്മൾ കളയുവാണ് കേട്ടോ. പിന്നെ ഈ കല്ലിന് ഇടയ്ക്ക് എല്ലാം വെള്ളമുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് വെള്ളം നമുക്ക് വലിച്ചു കളയാൻ വേണ്ടി പറ്റത്തില്ല. ഇത് ഞങ്ങൾ പൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയിൽ ഇല കിടപ്പുണ്ട്. അതുകൂടാതെ നമ്മുടെ ആമ അവിടെ പൊങ്ങിയിരിക്കുന്നുണ്ട് ഒരുത്തൻ. അതുപോലെ ഒരാമയും കൂടി ഉണ്ടായിരുന്നിട്ട് അവനെ കാണുന്നില്ല. നമ്മളുണ്ടല്ലോ ഇനി അതിനകത്ത് കരിയില വരാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് കിട്ടുന്ന മീനിനെ ഇടാനായിട്ട് നമ്മളൊരു ബേസിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവേ. കാരിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ മീനിട്ട് ഏകദേശം 8 മാസം 9 മാസം മേളിലായി. വലിയ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. നമുക്ക് മീനിനെ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇച്ചിരി വെള്ളം, ഒരു 1.5 ഇഞ്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു അക്വേറിയത്തിന് ലീക്ക് ആയതാണ്. ഈ അക്വേറിയം നമ്മൾ തിരിച്ച് ഒട്ടിക്കാൻ വേണ്ടി പറ്റി. ഏകദേശം 6 അടി നീളമുണ്ട്, വലിയ അക്വേറിയമാണ്. അപ്പോൾ ഈ അക്വേറിയം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് പറ്റുമോ നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇല കോരി ഇടാനായിട്ട്. ചാടി ചാടി പോകുന്നത് ഇതുണ്ടോ മീൻ പോകുന്നുണ്ടോ ഞാൻ എടുക്കണമല്ല. നമ്മളിതിനകത്ത് എത്ര കാര്യം ഇട്ടെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മമ്മിയുടെ 2 കാരി, മമ്മി പിടിച്ച 2 കാരി. പപ്പയുടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 2. പപ്പയോ? 2. അപ്പൊ എന്റെ കുളത്തിൽ കിടന്ന 1 കാരി. അപ്പൊ മൊത്തം 5 കാരിയാണ് ഇതിനകത്ത് കാണണ്ട അല്ലേ. പിന്നെ മഞ്ഞക്കൂരി ഉണ്ട്, നമുക്ക് അറിയത്തില്ല, ഓർമ്മയില്ല കേട്ടോ. കാരി എന്താണെങ്കിലും 5 എണ്ണം കാണണം. നമ്മൾ ഇല വരാൻ വേണ്ടി പോവാണേ. അപ്പൊ ഞാൻ അയ്യോ, വല്ല കാരിയുടെ മേളിലാണ് ചവിട്ടുന്നതെങ്കിൽ പണി പാളും കേട്ടോ. അപ്പൊ നമ്മളുണ്ടല്ലോ പയ്യെ ഇല വരുവാണ് കേട്ടോ. നല്ല കട്ടിക്ക് ഇല കിടപ്പുണ്ട്. ഞാൻ ഇച്ചിരി പയ്യാണ് പിടിക്കുന്നത്, കാരണം കാരിയും മഞ്ഞക്കൂരിയൊക്കെ ഇതിനിടയ്ക്ക് കാണും. അപ്പോൾ മഞ്ഞക്കൂരിയുടെയും കാരിയുടെയും ഒക്കെ കുത്ത് കൊണ്ടവർക്കറിയാം അതിൻ്റെ വേദന. നല്ല അടിപൊളി വേദനയാണ്. എൻ്റെ കയ്യിൽ എന്തോ വന്ന് തട്ടി. ഓ മൈ ഗോഡ് ഗൈസ്, ഒരു കല്ലട ഇവൻ ഇതിനകത്താണ് ചാടിപ്പോയി കേട്ടോ. ഇതേ പോകുന്നു കാരി പോകുന്നുണ്ടോ? അതിനും വേണ്ടി കാരി പോകുന്നുണ്ടായിരുന്നു. കല്ലിനടി മീൻ കാണും. അപ്പം നമ്മുടെ കുളത്തിലെ ആദ്യത്തെ ആമയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഏറ്റവും പേടിപ്പെടുത്തുന്ന റെഡ് ഇയർഡ് സ്ലൈഡർ എന്ന് പറയുന്ന ആമ. ഇപ്പോൾ ഒത്തിരി സൈസൊന്നും ആയിട്ടില്ല. ഇതുണ്ടോ, ഇതാണ് ഇവൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ ഇവന് നമുക്ക് പയ്യെ കുളത്തിലേക്ക് ഇടാം. സോറി, കുളത്തിലല്ല, നമ്മുടെ ബേസിനിലേക്ക് ഇടാം. ഇത് കണ്ടോ, അപ്പോൾ അവനവിടെ ഇരിക്കട്ടെ. ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ കാര്യമൊക്കെ ഇതിന് നടപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കമ്പൊക്കെ അങ്ങ് എടുത്ത് മാറ്റുവാണ്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ കല്ലൊക്കെ എടുത്ത് ഈ സൈഡിലേക്ക് വെക്കാം. ഈ കല്ലിനിടയ്ക്കൊക്കെ മീൻ കാണാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓ മൈ ഗോഡ്, ഇതിനിടയ്ക്ക് എൻ്റെ കൈയുടെ ഇടയ്ക്കുന്നൊക്കെ മീൻ ഇറങ്ങി പോകുന്നുണ്ട്. ഞാനിവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു സെറ്റ് കുളവിയുണ്ട്. 1 2 3 4 5 6 കുളവി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവന്മാരുടെ കുത്ത് മേടിക്കും. ഓ കല്ലട ഇതടാ, ഇല്ല പോയി. നമ്മൾ ആദ്യത്തെ ഒരു കല്ലടനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ചാടിപ്പോയി. കുഴപ്പമില്ല, എന്താണ് നമ്മൾ പിടിക്കും. ഏറ്റവും അവസാനം നമുക്ക് ഒരുങ്ങി പിടിക്കാം. ഇത് കണ്ടോ കാരി പോകുന്നുണ്ടോ? മുട്ടൻ കാര്യമാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു കാര്യമാണ് ഈ പോകുന്നത്. ഇത് കണ്ടോ, ഇവനെ എപ്പോൾ പിടിക്കുന്നില്ല, ഇപ്പം പിടിച്ച് കഴിഞ്ഞാൽ കുത്തോളും. ഇനിയിപ്പം നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു സൈഡാണ് കേട്ടോ. ഓ എൻ്റെ അമ്മേ, ഇപ്പം കുത്ത് കിട്ടിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. ഇതുണ്ട് കേട്ടോ, അതും കാര്യമാണ്. നമ്മൾ അറിയാതെ കോരി എടുത്താണ് ഇത് കണ്ടോ. അപ്പോൾ നമ്മുടെ കുളത്തിലെ 2ാമത്തെ ആമ. പക്ഷെ നിങ്ങൾ ഇതിനെ ശ്രദ്ധിച്ചോ, ഇതിന് വളർച്ച മറ്റേതിൻ്റെ അത്ര ഇല്ല കേട്ടോ. ഈ ഒരു ആമയും മറ്റേ ആമയും നമ്മളെ ഒരേ സമയത്ത് മേടിച്ചാണ്. പക്ഷെ ഇവൻ അത്രയും വളർന്നിട്ടില്ല. ഏറ്റവും നല്ല വളർച്ചയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ 2 ഒരുമിച്ചിടാം. അപ്പോൾ 2 ആമേനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആമകൾ 2 ഉണ്ട്. മീനുകളുണ്ടോ നമുക്ക് നോക്കാം. എന്താണെങ്കിലും കാലെടുത്ത് നോക്കുന്ന ഒരു കാരിയുടെ മേളിലാണെങ്കിലോ. ഒരുത്തിന് എൻ്റെ ഫ്രണ്ടിൽ അനങ്ങാതെ കിടക്കണം. എൻ്റെ വാല് പിടിച്ച് നോക്കാതെ. അവൻ ഞൊളഞ്ഞു പോവാ കേട്ടോ. എവിടെ പോയാലും നിന്നെ ഞങ്ങൾ പിടിക്കും. അതിനായിരുന്നു കല്ലടായിരുന്നോ? ഓ മൈ ഗോഡ് ഗൈസ്, ഇതിനകത്തൊരു മീനുണ്ട്. കിട്ടി. നമ്മളെ ഇല വാരി ഇട്ടതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുളത്തിലുണ്ടായിരുന്ന ഒരു കല്ലട. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ കല്ലട എന്ന് പറയുന്ന മീൻ കേട്ടോ. ഇത് കണ്ടോ, ഞാനിത് വെള്ളത്തിലേക്ക് ഇടാം. ഇത് കണ്ടോ, ഇവന് നമുക്ക് കരാപ്പൈമി കൊടുത്താലോ? നമുക്ക് എല്ലാ മീനെയും പിടിച്ച് എണ്ണി നോക്കിയതിന് ശേഷം നമുക്ക് കല്ലടനെ കരാപ്പൈമി കൊടുക്കാം കേട്ടോ. കല്ലടയാണോ? അതെ ഗൈസ്, ഒരു കല്ലടനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി വലുതാണ് കേട്ടോ. അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അവനെ അവസാനം പിടിക്കാം. ഇതേ പോകുന്നു. എൻ്റെ കാലിൻ്റെ ഇവിടെ എൻ്റെ കാലേ വന്ന് കുത്തരുത് കേട്ടോ. ബാക്കി വെള്ളം കൂടെ നമുക്ക് പറ്റിച്ചാലോ. ഇത് നമ്മൾ അടുത്ത കല്ലടനെ കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ കുളത്തിൽ 2ാമത്തെ ഒരു കല്ലടനെ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ.
അപ്പോൾ 2 കല്ലട. അപ്പോൾ കല്ലടകളെല്ലാം സേഫാണ്. ഇതിന് നമ്മളുണ്ടല്ലോ നമ്മുടെ കുളത്തിലെ വെള്ളം ഇതിനകത്തേക്ക് കോരുവാണ് കേട്ടോ. ഇതിന് നമ്മൾ മീനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു മുട്ടൻ കാരി കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഇത് നമ്മുടെ കുളത്തിൽ കിടന്ന് വളർന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഒരുത്തൻ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കല്ലടയുടെ കുഞ്ഞ് കിടപ്പുണ്ട്. വേറെ ഒന്നിനെ നമ്മൾ കാണുന്നില്ല കേട്ടോ, വേറെ ഒരു മീനെ നമ്മൾ കാണുന്നില്ല. വേറെ കാര്യം ഉണ്ടായിരുന്നതാണ് കാര്യം. അപ്പോൾ നമുക്ക് എന്നാൽ പിടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇവന് അടുത്ത കല്ലട കുഞ്ഞ് അവൻ തൽക്കാലം ഇവിടെ കിടക്കട്ടെ, ഞാൻ കാണിച്ചു തരാം അവസാനം. ഇവിടെ ഒരു മീൻ കിടപ്പുണ്ട്, നമുക്കിതിനെ അരിപ്പ കൊണ്ട് പിടിക്കാം കേട്ടോ. എനിക്ക് കുത്ത് മേടിക്കാൻ വയ്യ, അതുകൊണ്ട്. ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മളൊരു കാര്യനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വാലെ പിടിച്ചോണ്ട് വരാം. വാള ഇവിടെ വാലെ പിടിച്ച് ചിലപ്പോൾ കുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് കയറ്റാം. എൻ്റെ അമ്മേ, ഗൈസ് ഇവ ഇച്ചിരി ഇതിനെ കിട്ടുന്നില്ല. ഓ മൈ ഗോഡ്. ഗൈസ് ഇവനൊരു ഇച്ചിരി ഡേഞ്ചറസ് ആണ് കേട്ടോ. ഇവനെ പിടിച്ച് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അല്ലല്ല ഇതിനകത്തേക്ക് പിടിക്കാം. നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ബേസിനകത്ത് ഇടണം, അല്ലെങ്കിൽ ഇവൻ ചാടും. ചാടാ. ഓ മൈ ഗോഡ്, അതിൻ്റെ വലിപ്പം കണ്ടോ, നല്ല കറുത്ത് പിടച്ചിരിക്കുന്ന കരിമാക്കാൻ കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കല്ലട കുഞ്ഞും കൂടെ. ഈ കല്ലട എല്ലാം ഇന്ന് നമ്മുടെ അരാപ്പയ്മയ്ക്ക് തിന്നാനുള്ള സാധനമാണ്. അപ്പോൾ 4 മീനേ ആയുള്ളൂ. ഈ ഒരു കാര്യം കൂടെ ഞാൻ കാണുന്നുള്ളൂ ഞാൻ കേട്ടോ. ഞാൻ പിടിക്കട്ടെ. 4-5 കാര്യം ഉണ്ടായിരുന്നതാണ് ഗൈസ്. എങ്ങനെ ചത്തുപോയെന്നൊരു പിടിയില്ല. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം മുഴുത്ത കാര്യമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ നീളം കണ്ടോ. അപ്പോൾ നമ്മൾ ഇവനെയും കൂടെ കുളത്തിലേക്ക് ഇടുവാണ്. അപ്പോൾ 2 കാര്യം നമുക്ക് സോഫാർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ നോക്കാം കേട്ടോ. നമ്മുടെ കുളത്തിൽ നമ്മളിതിനിടയ്ക്കൊക്കെ ഒന്നും കൂടെ നോക്കുവാണ് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും പൊത്തിനകത്ത് മാറി കയറി ഇരിപ്പുണ്ടെന്ന് അറിയാനായിട്ട്. ഇല്ല, കുറേ നാളായി കാര്യനെ കണ്ടുകൊണ്ടുള്ള ചേച്ചിയുടെ സന്തോഷം. അതെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പിടിച്ച മീൻ കേട്ടോ. നമ്മുടെ കുളത്തിൽ നിന്ന് നമ്മൾ ഏകദേശം 8 മാസം കൂടി വറ്റിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 കല്ലടയും 2 കാര്യമാണ്. ഇനി ഇതിനകത്തുണ്ടായിരുന്ന ബാക്കി 3 കാരിക്ക് എന്നാ പറ്റിയത്? ആമ പിടിച്ചതാകാൻ ചാൻസ് ഇല്ല. കാരണം ആമ പിടിച്ചതാണെങ്കിൽ ഇതിന് 2നും കൂടെ പിടിച്ചാനല്ലേ. വെള്ളം കുറഞ്ഞിരുന്ന സമയത്ത് ചത്ത് കാണുമായിരിക്കും. അപ്പോൾ കാര്യം നമ്മുടെ കുളത്തിലെ വെള്ളം ഒരു ദിവസം കുറഞ്ഞായിരുന്നു നല്ല രീതിക്ക്. അപ്പോൾ വെള്ളം കുറഞ്ഞ സമയത്ത് ഇതിനകത്തൊരു വല വീണ് കിടപ്പില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് ചാൻസ്, നമുക്ക് അറിയത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ആമ തിന്നതായിരിക്കും അല്ലയോ നമുക്ക് അറിയത്തില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവന്മാർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനകത്ത് കല്ലടനെ എടുത്ത് നമ്മുടെ അരാപ്പയ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവാണേ. ഇത് കണ്ടോ, നമ്മുടെ അരാപ്പയ്മയ്ക്ക് മനസ്സിലായി കേട്ടോ നമ്മൾ അവിടുന്ന് കല്ലടനെ പിടിച്ചിട്ടുണ്ടെന്ന്. അത് അറിഞ്ഞുകൊണ്ട് അവൻ്റെ ഇത് കണ്ടോ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുവാണ്. അപ്പം നമുക്ക് കല്ലടനെ പിടിക്കാവേ. കല്ലടനെ മാത്രമേ പിടിക്കുന്നുള്ളൂ. കാര്യം പിടിച്ചാൽ കുത്ത് കിട്ടും കേട്ടോ. ഒരു കല്ലടനെ പിടിച്ചിട്ടുണ്ട്. 3നെ കൊടുക്കാം കേട്ടോ. 3നെ പിടിക്കും. 2, 3. ആദ്യം വലത്തെ കയ്യിൽ വേണം കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കല്ലടനെ ഇടാൻ വേണ്ടി പോവാണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നമ്മൾ കല്ലടനെ ഇട്ടിട്ടുണ്ട്. അത് കഴിച്ച്. ഓ എൻ്റെ അമ്മ, എന്നാ ഫാസ്റ്റാണ് നോക്കിയ കൈ. പുള്ളിക്ക് വളരെ സിമ്പിളാണ് കേട്ടോ. ഇവൻ്റെ കുളത്തിലെ വെള്ളം മാറാറായി. ചെറുതായിട്ട് വെള്ളം മോശമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വെള്ളം മാറണം. വായടില്ല വീർത്തിരിക്കുന്നതാണ് കല്ലട. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് കാണത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കല്ലടനെ ഇടുവാണ്. ചെറുതിനാണ് ഇടുന്നത് കേട്ടോ. ജിനോജൻ പറയുന്നത് ഇപ്പോൾ ഇട്ടാലും കഴിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാവേ. എൻ്റെ അമ്മ, പുള്ളി പയ്യെ കഴിച്ചു കേട്ടോ. എൻ്റെ അമ്മ. നമ്മുടെ മോട്ടറിന്റെ സാധനം അവൻ കടിച്ചു പറിച്ചെടുത്ത്. ഇങ്ങനെ കിട്ടിയോ? നമ്മുടെ ഫിൽറ്ററിന്റെ മോട്ടറാണ് പുള്ളി അടിച്ച് നശിപ്പിച്ചു കേട്ടോ. ഇതുണ്ടോ, അത് ചെറിയ കല്ലടയായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കഴിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ഉള്ളതിൽ വലുത് കേട്ടോ. ഉള്ളതിൽ വലിയ കല്ലടയാണ്. നമ്മൾ അതിന് ഇടാൻ വേണ്ടി പോകണേ. ഇടുവാണേ. ഇതിട്ടു. കറക്റ്റ് അവൻ്റെ വായിലോട്ടാണ് ചെന്ന് കയറുന്നത് ഗൈസ്. കഴിച്ചു. അപ്പോൾ നമ്മൾ ഇനിയുണ്ടല്ലോ നമ്മുടെ ആമേനെയും കല്ലടനെയും എന്നാ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. നമ്മൾ ഇവരായിട്ട് താവോട്ട് പോകണേ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇവരായിട്ട് നേരെ പുറകിലേക്ക് പോകണം. നമ്മുടെ പുറകിൽ ഒരു ടാങ്ക് ഇരിപ്പുണ്ട്. ഈ കാണുന്ന ടാങ്കിനകത്താണ് നമ്മൾ നേരത്തെ അരാപ്പയ്മനെ ഇട്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് തൽക്കാലം ഇവരെ ഇടുവാണ്. അതിനുശേഷം നമ്മൾ ഇവരെ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആമേനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഫോറസ്റ്റുകാരോട് ചോദിച്ചപ്പോഴേക്കും അവർക്കൊന്നും എടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ സാധനം ഉണ്ട് താനും. നമുക്കിതിനെ വളർത്തണം വേണ്ട നമുക്ക് അറിയത്തില്ല. ശരിക്കും എനിക്കറിയത്തില്ല കേട്ടോ ആമൻ എന്നാ ചെയ്യേണ്ടത്. നമ്മൾ തൽക്കാലം ഈ ഒരു ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്.
അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം നിറയ്ക്കാം. നമുക്ക് ഇതിനകത്ത് ഓവറായിട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓവറായിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമയ്ക്ക് കയറി ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ ഈ ഒരു സൈഡിൽ മാത്രമേ വെള്ളം നിറയ്ക്കുന്നുള്ളൂ. അതിനുശേഷം ആമയ്ക്ക് ആകുമ്പോഴേക്കും ആ സൈഡിൽ കയറി ഇരിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ആമകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് കൊണ്ടുപോയി നമ്മുടെ കണ്ടത്തിലോ പാടത്തിലോ തോട്ടിലോ ഉപേക്ഷിക്കരുത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അരാപ്പായ്മ പോലെയുള്ള മീനുകളെ വളർത്താൻ പറ്റാതായി കഴിയുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും തോട്ടിലോ കണ്ടത്തിലോ ഒന്നും കൊണ്ട് വിടരുത്. അത് നമ്മുടെ മത്സ്യസമ്പത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മീനുകളെയും ബാധിക്കും. അതുകൊണ്ട് ഞാൻ വേറൊരു ഐഡിയ പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ. നമുക്ക് അരാപ്പയ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു ടാങ്ക് ഉണ്ടാക്കാം. എന്നിട്ട് അരാപ്പയ്മയെ ടാങ്കിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മുടെ ആമയ്ക്കും കാരിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ടെറേറിയം ഉണ്ടാക്കാം. ടെറേറിയം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം? അക്വേറിയം അല്ല, ടെറേറിയം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ കിളിക്കൂടിന്റെ പണി ഉടനെ തുടങ്ങുന്നുണ്ട്. ലോക്ക്ഡൌൺ മാറിയ ഉടനെ തന്നെ കിളിക്കൂടിന്റെ പണി തുടങ്ങുന്നുണ്ട്. അളവെടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതിനകത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിനുശേഷം നമ്മളിതേ നമ്മുടെ ആമേനെയും കാര്യങ്ങളും അതിലേക്ക് ഇടുവാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം അവരവിടെ കിടക്കട്ടെ. ഇനിയിപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ശോഭേനെ കാണിച്ചിട്ട് ഒത്തിരി നാളായി. നമ്മളിവിടെ ശോഭേനെ അഴിച്ചു വിടാൻ പോവാന്ന് പറഞ്ഞ് അവിടുന്ന് ഒരാൾ കേട്ടിട്ടുണ്ട് കേട്ടോ. സിജി ചേച്ചി അവളെ അയച്ചു വിടാൻ വേണ്ടി പോവാണ്. ശോഭ പറന്നു വരെ നിങ്ങൾ കണ്ടോണേ. ശോഭേ എടി വാടി വാടി എടി വാ എടി വാ 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 കം 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 ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ചാ കം 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 യോ ഇതുണ്ടോ എന്നെ 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 ഇനിയിപ്പോൾ ഭയങ്കര മേടായിരിക്കും കേട്ടോ. ഇനി കുറച്ച് നേരത്തേക്ക് ശോഭേ ഇനി വന്നേ ഇനി പുള്ളിക്കാരി കളിയായിരിക്കും കേട്ടോ. ഇത് അവളൊരു ബോളുണ്ട് കേട്ടോ. ഇത് കണ്ടോണേ. കം 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 സിറ്റ് 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 കം ശോഭ. അവളുടെ രണ്ടാമത്തെ ബോളാണത്. ശോഭേ റെഡി സിറ്റ് സിറ്റ് ശോഭ സിറ്റ് 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 1 2 3 സ്റ്റാർട്ട്. ഇതാണ് നമ്മൾ വൈകുന്നേരത്തെ പരിപാടി. വൈകുന്നേരം ശോഭയായിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം നമ്മൾ ലോക്ക്ഡൗൺ ആണല്ലോ, എന്താണെങ്കിലും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേടി ശോഭേ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മുടെ ചാനൽ ചെയ്യും കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇസ്മി സെബിൻ സിറിയാക്ക്, ജിനോ സിറിയാക്ക്, സിൽചേജി ആൻഡ് ശോഭ. ഈ കാലം എവിടെയാണ് കഴിയുന്നത്? എന്നെ നല്ല കണ്ടത്തിലെ ചേർന്ന മണമല്ല, എന്നെ കൊണ്ട് കളയാന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ അതിനകത്ത് വളരെ കുറച്ച് വെള്ളം നിറച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പയ്യെ നമ്മുടെ മീനിനെ അരാപ്പയ്മേൽ അങ്ങനെ നമ്മൾ അതിനകത്ത് കുറച്ച് എടുക്കുവാണേ. ഈ അയക്കുന്നത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ടോ നിങ്ങളുണ്ട് ഇല്ലേ? അന്ന് ഇവിടെ ഇരുന്നോടെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഉണ്ടല്ലോ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ടും അതുപോലെ തന്നെ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, ട്രാവൽ വീഡിയോസ്, അഡ്വഞ്ചർ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടോ.